മതിയടാ, കോളേജിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ലേ, അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു കൃഷി. അതെ, ഈ മട ഇങ്ങനെ വീണ് കിടക്കുന്നതും വഴിവെക്കിൽ ഒരാൾ തളർന്നു കിടക്കുന്നതൊക്കെ എനിക്കൊരുപോലെയാ. ആ, ഒന്ന് നേരെ നിർത്തിയിട്ട് പോയില്ലെങ്കിലേ മനസ്സിനൊരു സമാധാനം കിട്ടില്ല. അതെ, അമ്പലത്തിനും കയറണമെന്ന് പറഞ്ഞല്ലേ നീ. ഇങ്ങനെയാണെങ്കിൽ ചെല്ലുമ്പോഴേക്ക് നട അടയ്ക്കും. ഒന്ന് ചാടാ നിക്കടാ, ഇത് കഴിഞ്ഞു. ആ, പിടിച്ചോ. ഹരി, ദേ നോക്കിയടാ. ആ ഹരി, എന്താ മാവ? അതെ, നീ പരിഭ്രമിക്കൊന്നും വേണ്ട. ഞങ്ങളെ ആ കുന്നും പുറത്ത് വരെ ഒന്ന് പോവുക. നമ്മുടെ അമ്മിണിയമ്മ അവര് സുഖമില്ലാണ്ട് കിടക്കുക, ഒട്ടും വയ്യ. ഒന്നോ രണ്ടോ തവണ ഞാൻ ചെന്നപ്പോതെ ഇവിടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വീണുട്ട സുഖല്ലേ? അതെ, സുഖ. ഹരിയേട്ടന്റെ കൂടെ എവിടെയെങ്കിലും ഇറങ്ങി തിരിച്ചാലേ എത്താൻ വൈകുമല്ലേ? ഇതിവിടെ വീണ് കിടക്കുകയായിരുന്നു. ഒന്ന് നേരെയാക്കിയിട്ട് പോവാന്ന് കരുതി. ഓ, അയ്യോ, ദേ മുണ്ടില് ചെറിയായിട്ടിരിക്കുകയാണല്ലോ. വീട്ടിൽ പോയി മാറിയിട്ട് പോ ഹരിയേട്ടാ, കോളേജിലേക്കല്ലേ പോകുന്നത്? ആ ഒന്നും സാരമില്ലടി. എന്നാ പിന്നെ നമുക്ക് പോവാച്ചാ. ആ പോട്ടെ ഹരിയേട്ടാ. വേണോട്ടാ, പോവാണേ. മോൾ അങ്ങ് നടന്നോ, അച്ഛൻ ഇപ്പൊ അങ്ങ് വരാം. ഇനി അച്ഛൻ നിന്ന് ഓരോന്ന് പറഞ്ഞിട്ട് ഇവരുടെ പോക്ക് മുടക്കണ്ട കേട്ടോ. പഠിച്ച കോളേജിലേക്ക് പിന്നീട് ഒരു തവണ ചെല്ലുന്നത് എത്ര സന്തോഷമുള്ള കാര്യാന്നറിയോ? ആ, എന്താ മാവ? എടാ, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കും അറിഞ്ഞൂടാ. നീ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി. എന്താ കാരണം? അവളൊരു ചായ ആയിട്ട് എന്റെ മുന്നിൽ ഒന്ന് നിൽക്കുക. ആ ഇവൾ അടുക്കളയിൽ കയറിയോ? ആ, നീ ഞെട്ടിയില്ലേ? ആ, അതാ. അത് കൊള്ളാലോ. അവിടെ നിന്ന് അങ്ങോട്ട് നടന്നതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആ കുന്നും പുറത്ത് അമ്മിണിയമ്മയുടെ കാര്യം പറഞ്ഞപ്പോ അവരൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ ആ കാര്യം പറഞ്ഞ അവളെ നിർബന്ധിച്ചതാ. അപ്പൊ അവള് കൂട്ടാക്കിയില്ല. ഇപ്പൊ ദേ ഇങ്ങോട്ട് പറഞ്ഞോണ്ട് വന്നിരിക്കുക, അവിടം വരെ പോകണ്ടേ, അമ്മിണിയമ്മയെ കാണണ്ടേന്ന്. എന്ന് പറഞ്ഞാല് അമ്മാവന്റെ ഉപദേശങ്ങളും ഭീഷണിയും ഒക്കെ ഫലിച്ചു തുടങ്ങി. അതായിരിക്കും അല്ലേ? എന്റെ ശിവനെ, അതെ, അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവക്ക് നല്ല മാറ്റം ഉണ്ടമ്മാവ. ഇപ്പൊ ഈ പെരുമാറിയതിലൊന്നും ഒരു കൃത്രിമത്വം എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും അമ്മാവൻ ചെല്ല്. ഓ, എന്താണെന്ന് അറിഞ്ഞൂടാ. അവളൊന്ന് ചിരിച്ചു പെരുമാറിയപ്പോ മനസ്സിന് വല്ലാത്ത ഉത്സാഹം. ഇതല്ലാണ്ട് വേറെ എന്ത് പ്രതീക്ഷിക്കാനാ? എന്നാ ശരിയടാ, ഞാനേ വന്നിട്ട് കാര്യങ്ങൾ പറയാം. ആ വേണുവേ. പാവം അമ്മാവൻ, അവളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അവക്ക് മനസ്സിലാവാതെ പോയല്ലോ. അതിനെന്താ, മനസ്സിലാക്കി തുടങ്ങില്ലേ? മാറി തുടങ്ങിയല്ലോ. വീണ നല്ല കുട്ടിയാ. വാ, നമുക്കെന്നാ പോവാം. അമ്മേ, മോളെ, നിന്നെ ഇവിടെ വെച്ച് കാണുമെന്ന് അമ്മ ഒരിക്കലും കരുതിയില്ല. അമ്മേനെ ഒരിക്കലെങ്കിലും കാണാൻ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. വീട്ടിൽ നിന്ന് അമ്മ അങ്ങനെ ഇറങ്ങിപ്പോയതില് എനിക്കും അച്ഛനും വല്ലാത്ത കുറ്റബോധമുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടതല്ലേ. മോളെ ക്ഷമയൊന്നും പറയണ്ട. എന്താ മോളുടെ കവിളില്? അത് ഇന്നലെ വാതിലിന്റെ പടിയിൽ വെച്ച്. മോള് വാ.
മനസ്സിൽ ഒരുപാട് നന്മയുള്ളതുകൊണ്ട് കള്ളം പറയാൻ എന്റെ കുട്ടിക്ക് അറിഞ്ഞൂടാ. ഇത്രമാത്രം എന്ത് പ്രശ്നമാ കുട്ടി നിന്റെയും നിന്റെ അച്ഛൻ്റെയും ജീവിതത്തില്? അമ്മയെ ചികിത്സിച്ച് കടം ബാക്കിയാക്കി അമ്മ പോയി. ഞാനും അച്ഛനും അത് വീട്ടിലല്ലേ പറ്റൂ. എങ്ങനെയെങ്കിലും. ഒരുപാട് കാശുണ്ടോ നളിനിക്ക് കൊടുക്കാൻ? ഉണ്ട്. അച്ഛനെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത അത്രയുണ്ട്. സോറി അമ്മേ. അമ്മയുടെ കൂടെ നടക്കാനുള്ള ഭാഗ്യമില്ല. അമ്മയുടെ മോളാവാനുള്ള യോഗമില്ല. മോള് വിഷമിക്കണ്ട. അകലാൻ 1000 കാരണങ്ങളുണ്ടെങ്കിലും ഇപ്പൊ പോലും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ വിധിയാ. ദൈവത്തിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് മനുഷ്യനെ കൊണ്ട് ഒന്നും സാധിക്കില്ല. മോള് വാ, നമുക്ക് നടയിലേക്ക് പോവാം. നടന്ന് നടന്ന് അവസാനം ദൈവം നമ്മുടെ മുമ്പിൽ എത്തിച്ചോ? എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഇക്കൂട്ടത്തിൽ ആരാ പാടിയെന്നറിയില്ലല്ലോ. പാടിയ ആള് പോയിട്ടുണ്ടാവോ? ഏയ്, എത്രയും പെട്ടെന്ന് എന്റെ പെണ്ണിനെ എനിക്ക് കാണിച്ചു തരണേ. ഭഗവാനെ, എല്ലാ തടസ്സങ്ങളും നീക്കി നിത്യമോളെ എൻ്റെ മകന്റെ ഭാര്യയായി തരണേ. ദൈവമേ, എൻ്റെ അച്ഛനൊരു ആപത്തും വരുത്തല്ലേ. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഈ അമ്മയ്ക്കും. ശരവണ, ജീവൻ ഇവിടെയില്ലേ? ഉള്ളിലേക്ക് മാഡം. എത്ര സമയായി അമ്മ പോയിട്ട്?
ഞാൻ ഏട്ടനെയും കൂട്ടി അന്വേഷിച്ച് വന്നാലോന്ന് കരുതിയതാ. അമ്മയുടെ സങ്കടമൊക്കെ മാറിയോ? എന്റെ മുഖത്ത് ഇപ്പൊ സങ്കടം ഉണ്ടാവും. ജീവൻ മോനെ ഒന്നിങ്ങ് വന്നേ. രാവിലെ കണ്ട സങ്കടം പോയിന്ന് മാത്രല്ല, സന്തോഷമുള്ള എന്തോ കാര്യം സംഭവിച്ചിട്ടുമുണ്ട്. എന്താ അമ്മേ? ജീവനിങ്ങ് വരട്ടെ, പറയാം. അമ്മേ, ആ ഇവിടെ ഇരിക്കെ. ചിരിക്കുന്നവര് മുഴുവൻ സന്തോഷിക്കുന്നവരാണെന്ന് നമ്മൾ കരുതും. അത് നമ്മുടെ തെറ്റ്. ചിലര് സങ്കടങ്ങളെ ചിരികൊണ്ട് മൂടിക്കളയും. ആരുടെ കാര്യം അമ്മയെ പറയുന്നത്? അമ്പലത്തില് അവളും ഉണ്ടായിരുന്നു, നിത്യ. എന്നിട്ട് എന്റെ സങ്കടങ്ങൾ ഒപ്പിക്കളയാൻ ദൈവം അവളെ അവിടെ നിർത്തിയതുപോലെ. മോനെ, ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. എന്തിനാ അമ്മേ ഈ ലോകത്ത് ഒരു പെണ്ണേ ഉള്ളൂന്ന പോലെ അതിന്റെ പുറകെ എങ്ങനെ നടക്കുന്നത്? ശിവനക്ക് അതെല്ലാം എപ്പോഴും തരും. അവളെ പോലെ അവള് മാത്രമേ ഉള്ളൂ മോനെ. അരക്കില്ലത്തിൽ പെട്ടതുപോലെയാ ആ കുട്ടിയും അവളുടെ അച്ഛനും. അതിൽ നിന്നൊരു മോചനം വേണോ അവൾക്ക്? എന്നിട്ടെല്ലാം കൂടി അമ്മങ്ങ ഏറ്റെടുത്തോ? അമ്മയുടെ ശീലം അതാണല്ലോ. മോനെ, ഓരോ തവണ കാണുമ്പോഴും അവളോട് കൂടുതൽ കൂടുതൽ അടുപ്പം തോന്നുക. മോനെ, എന്റെ മനസ്സ് പറയുന്നു അവള് നിനക്കുള്ളതാണെന്ന്. അമ്മേ, എന്താ എതിർപ്പുണ്ടോ നിനക്ക്? ഇല്ല. അമ്മയുടെ തീരുമാനമല്ലേ, ഞാനതനുസരിക്കാം. കടവുളെ, നിനക്ക് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന ദൈവം തട്ടിക്കളയില്ല. ഉം. അയ്യാ ഹാപ്പി ആച്ചാ. ആ, അയ്യാ എന്താ അയ്യാ അയ്യാ അത് വന്ന് എന്താ ചുമ്മാ എന്താന്ന് എന്താന്ന് അച്ഛാ, ആ അമ്പലത്തിൽ പോവാൻ തോന്നിയത് നന്നായി അച്ഛാ. മനസ്സിലെ ഭാരമൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് പോയതുപോലെ. തിരിച്ചെത്തുമ്പോൾ സങ്കടം മുഖത്തുണ്ടാവരുതെന്നും അച്ഛൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കണമെന്നും തീരുമാനിച്ചു. അതിലെ കാര്യം. അത് തെറ്റാ. ഉള്ളിൽ ശരിക്കും സന്തോഷം തന്നെയാ. അമ്പലത്തിൽ ഞാനൊരാളെ കണ്ടു. ആ അമ്മയുണ്ടായിരുന്നു അമ്പലത്തില്. ആര്? സുജാദേവ്? അതെ അച്ഛാ. കുറെ നേരം എന്നെ പിടിച്ച് അടുത്ത് നിർത്തി ഒരുപാട് സംസാരിച്ചു. വല്ലാത്തൊരു ശക്തിയാ അമ്മയ്ക്ക്. മനസ്സിലെ സങ്കടങ്ങള് നുള്ളിയെടുത്ത് കളയുന്നൊരു ശക്തി. എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. എന്നെ മോളായിട്ട് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പാവം കണ്ണ് വല്ലാണ്ട് നിറഞ്ഞു. അരികത്ത് വന്നിട്ടും കയ്യിലെത്താതെ പോയ ഭാഗ്യം. അല്ലാതെന്ത് പറയാനാ മോളെ? അമ്മയോട് സംസാരിച്ച് പിരിഞ്ഞപ്പോ വല്ലാത്തൊരു ആത്മധൈര്യം. ഇനി സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ. എന്തെങ്കിലും വിഷമം തോന്നിയാ വിളിക്കണം നമ്മ പറഞ്ഞിട്ടുമുണ്ട്. അമ്മ ഓടി വരും. എന്നാ കാലിക പെട്ടു. ഇങ്ങോട്ട് പോണോട്ട്. അച്ഛനും മോളും കൂടെ ചില രഹസ്യ കച്ചവടങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരെ കാണണമെന്ന് നീ ആവശ്യപ്പെട്ടതാണോ അതോ അവര് നിന്നെ വിളിച്ചതോ? വിളിച്ചതൊന്നുമല്ല, അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ. എവിടെ അവരുടെ വീട്? എന്തിനാ? അയ്യേ, ഒന്ന് പോയി കാണാനാ. ചാങ്കുറ്റുള്ള പെണ്ണുങ്ങളെ പോയി കാണുന്നതേ എനിക്ക് വല്ലാത്ത ഇഷ്ടം. അവളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവളുടെ വീട്ടിൽ പോയി ഞാൻ തീർത്തു കൊടുക്കാം. അമ്മായി, അതൊന്നും വേണ്ട. അങ്ങനെയൊന്നും വേണ്ടെങ്കിലേ ഇനി അവളെ കാണാനോ സംസാരിക്കാനോ പാടില്ല.
വഴി വെച്ച് കണ്ടാലും മുഖം തിരിച്ചിങ്ങോട്ട് പോന്നേക്കണം. മനസ്സിലായോടി? ഏട്ടന്റെ നാട്ടില് നല്ല പേരാ. ഏട്ടൻ ചെയ്യുന്ന പ്രവൃത്തികളെ നാട്ടുകാര് ന്യായീകരിക്കുകയും ചെയ്യും. നളിനിക്ക് വാക്കുകൊടുത്തു പോയെങ്കിലും മോളെ കൊച്ചമ്മയുടെ മരുമകളായിട്ട് തന്നെ അയക്കണമെന്ന് ഉദ്ദേശം വല്ലതും ഉണ്ടോ? ഉണ്ടോ ഏട്ടാ? അങ്ങനെ എന്തെങ്കിലും തോന്നലുകൾ ഉണ്ടെങ്കിൽ അതങ്ങ് മടക്കി വെച്ചേക്ക്. രണ്ടെണ്ണത്തിനെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് കല്യാണം വരെ ഇവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. എന്താടാ, നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? നിത്യാടുത്തല്ലേ, എനിക്ക് സന്തോഷ. അതൊന്നും വേണ്ട വെറുതെ. ആളുകൾ എന്താ പറയാ? ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. ഇവനെ ഇവിടെ തന്നെ നിൽക്കും. ഇവൾക്കിനി പുറത്തിറങ്ങണമെങ്കിൽ ഇവന്റെ കൂടെ. കേട്ടല്ലോ? അവള് കൊച്ചു പെണ്ണ. വേണ്ടാധീനങ്ങളൊക്കെ ചിലപ്പോ മനസ്സിൽ തോന്നാം. പറഞ്ഞു തിരുത്തിയ ഏട്ടന് നല്ലതാ. ഈ കല്യാണം നടത്തി നല്ലവളാവാൻ വേണ്ടി നളിനി ശ്രമിച്ചോണ്ടിരിക്കുക. നളിനിയെ ചീത്തയാക്കല്ലേ ഏട്ടാ. ഹലോ, ഇന്നോ? എടി, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞാ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാം. ശരി. വേനല് കടത്തുകൊണ്ടാവും. എല്ലാം ഉണക്കയാണല്ലോ ദിവാകര. അതെ, 2 വണ്ടി നാളികേരം നമ്മുടെ കറക പടത്തേക്ക് അയക്കണം കേട്ടോ. ആ, എടി, ഞാൻ ഇറങ്ങുവാണേ. ശരി. ആ, നീ എങ്ങോട്ടാ? ഞാൻ അമ്പലത്തിലേക്ക് പോവാച്ചാ. ഈ വെയിൽ എത്തുന്ന സമയത്തോ? ഇടി പിന്നെ നിനക്കിന്ന് രാവിലെ തന്നെ ഇറങ്ങാമായിരുന്നല്ലോ. അത് സാരമില്ല, നട അടച്ചിട്ടുണ്ടാവില്ല. ആ, എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മാവ, ഈ വെയിലത്ത് ഓടിച്ചു വന്നിട്ടാവും. ഇവിടെ ഒരുത്തി വെയിലും കൊണ്ട് അമ്പലത്തിലോട്ട് പോവാൻ നിൽക്കുക. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കൊണ്ടൊന്ന് വിട്. വേണ്ടച്ചാ, വെറുതെ ഹരിയേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നീ കയറിക്കേ. വേണ്ട ഹരിയേട്ടാ, ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. അതെ, പോകുന്നുണ്ടെങ്കിൽ നീ ഹരിയുടെ കൂടെ പോയാ മതി. എങ്ങനെയാ, പോകുന്നുണ്ടോ? ആ, പോട്ടെ. നീ പോയിട്ടോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അയ്യോ, ഹരിയേട്ടൻ കാത്തു നിൽക്കണ്ട, പൊയ്ക്കോളൂ. അത് ശരിയാവില്ല. നിന്നെ തിരിച്ചുകൊണ്ടുപോയി വിട്ടില്ലെങ്കിലേ അമ്മാവൻ എന്നോടാ ചോദിക്കുക. എന്താ ഹരിയേട്ടാ ഇത്? ദൈവത്തിനോട് എനിക്ക് തിരക്കുണ്ട്, പെട്ടെന്ന് പോണോന്ന് പറയാൻ പറ്റുമോ? ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയല്ലേ തൊഴാൻ വരുന്നേ? ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് അങ്ങനെയല്ലേ പോരേണ്ടത്? അതൊക്കെ ശരിയാ, പക്ഷേ ദേ, എനിക്ക് മാറാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ എന്നെ സംശയത്തോടെ നോക്കുകയാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ തന്നെ കയറുന്നില്ല. നമുക്ക് തിരിച്ചു പോവാം. അല്ല, ഇവിടെ വരെ വന്നിട്ട് കാത്തു നിൽക്കുന്ന ഹരിയേട്ടന് ബുദ്ധിമുട്ട്.
അകത്ത് നിൽക്കുന്ന എനിക്ക് തന്ത്രപ്പാട്. അതുകൊണ്ടല്ലേ പറയുന്നേ, തൊഴുത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. പ്ലീസ് ഹരിയേട്ടാ. എങ്കിൽ ശരി, ആയിക്കോട്ടെ. ആ അതെ, ഈ അധികം ഭക്തിയില്ലാത്ത ആൾക്കാര് ഭക്തി തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ആദ്യം തന്നെ ആയിപ്പോകുന്നൊരു ഏർപ്പാടുണ്ട്. അങ്ങനെ ആവില്ലല്ലോ അല്ലേ? എന്തായാലും അതില്ല. ശരി.